ഹായ്, വെൽക്കം ടു സിമ്പിൾ തിങ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേലിച്ചീര തോരനാണ്. അപ്പോൾ തുടങ്ങിയാലോ? ലേശം ചട്ടി എടുക്കുക, ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ചീര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഒന്ന് വാടി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ട, ഒന്ന് വാടി വരുന്നവരെ നമ്മൾ ഒന്നെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇടാനുള്ള അരപ്പ് തയ്യാറാക്കാം. ലേശം തേങ്ങ എടുക്കുക, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചേർക്കാം. പച്ചമുളക് ഇഷ്ടമുള്ളവർ ചേർത്തോ. ഞാൻ ഇന്ന് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു ലേശം വെള്ളം, ഈ അരപ്പിൻ്റെ ലേശം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലേശം ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുക. ഒതുക്കി അടച്ച് ആവിയിൽ വേവിക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇന്നലെ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പയറിടുന്ന ഇഷ്ടമാണ്. ചീരത്തോരൻ്റെ അകത്ത് പയർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലിന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വേവിച്ച പയർ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഓൾറെഡി നമ്മുടെ ചീര വെന്തിട്ടുണ്ട്, എന്നാലും ഒരുമിച്ച് ഒന്ന് വേവിച്ച് എല്ലാം കൂടെ ചേർത്ത് വരാൻ വേണ്ടി ആവിയിൽ വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമ്മളൊന്ന് ലേശം തോത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ചീരത്തോരൻ. വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ പറമ്പിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും ഈ വേലിച്ചീര. അപ്പം ഭയങ്കര ഗുണമുള്ള സാധനമാണ്. പയറും കൂടി ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിനി അടുത്തൊരു റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ട് വിശ്വസിച്ചുണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. താങ്ക് യു.